ഹായ് ഗൈസ്, ഇന്ന് എൻ്റെ അച്ഛൻ്റെ പിറന്നാളാണ് കേട്ടോ. വളരെ ലളിതമായിട്ടാണ് അച്ഛൻ്റെ പിറന്നാൾ ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. കാരണം ഓണം കഴിഞ്ഞിട്ടൊക്കെ ഇത്ര ആയിട്ടുള്ളൂ, അപ്പോൾ വലിയൊരു ആഘോഷം വേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് വളരെ ലളിതമായിട്ട് ഞങ്ങൾ ആഘോഷിക്കാൻ തീരുമാനിച്ചത്. അപ്പോൾ അച്ഛനെന്തെങ്കിലും വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വടക്കേക്കാടുള്ള ഒരു KR ബേക്കേഴ്സിൽ വന്നേക്കാണ്. കേക്ക് വാങ്ങാനായിരുന്നു ഞാൻ വിചാരിച്ചത്. അപ്പോഴേക്കും ചേച്ചി കേക്ക് വാങ്ങണ്ടെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ലഡു വാങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ദാ ഈ യെല്ലോ ലഡു ആണ് കേട്ടോ ഞാൻ വാങ്ങിക്കണത്. അതുപോലെ തന്നെ ഫ്രൂട്ടി ഹാർട്ടിൻ്റെ ഈ ഒരു ചോക്ലേറ്റും കൂടി ഞാൻ അച്ഛന് വാങ്ങിയിട്ടുണ്ട് കേട്ടോ. എല്ലാ കൊല്ലവും അച്ഛനെ പിറന്നാൾ സമ്മാനമായിട്ട് ഞങ്ങൾ ഡ്രസ്സൊക്കെയാണ് കൊടുക്കാറ്. പക്ഷേ ഓണത്തിന് അച്ഛന് ധാരാളം ഡ്രസ്സൊക്കെ കിട്ടിയ കാരണം കൊണ്ട് ഡ്രസ്സ് ഞങ്ങൾ ഒഴിവാക്കി. അങ്ങനെ കേക്കും മിഠായിയൊക്കെ ആയിട്ടാണ് കേട്ടോ ഇക്കൊല്ലത്തെ അച്ഛൻ്റെ പിറന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിച്ചത്. അങ്ങനെ ഞാൻ അതാ വാങ്ങിക്കൊടുന്ന ആ ഒരു ലഡുവും മിഠായിയും എല്ലാം ഞാൻ അച്ഛന് കൊടുത്തു. ഇതാണ് ജയേട്ടൻ കേട്ടോ. ജയേട്ടനും ചേച്ചിയും കൂടിയിട്ട് അച്ഛന് കേക്കാണ് വാങ്ങിച്ചു കൊടുത്തേക്കണത്. അപ്പോൾ ചേച്ചിയും ജയേട്ടനും കൂടിയിട്ട് അച്ഛന് ആ ഒരു കേക്ക് കൊടുത്തു. ചേച്ചി ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ പറയാട്ടോ അച്ഛനോട്. വീണ്ടും വീണ്ടും ഇങ്ങനെ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണ് ചേച്ചി ജയേട്ടനും എല്ലാവർക്കും നല്ല സന്തോഷമായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഏട്ടനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കേട്ടോ. ഏട്ടൻ വന്നു. ഏട്ടൻ അച്ഛന് കോപ്പിക്കോ മിഠായിയാണ് കൊടുത്തേക്കണത്. അപ്പോൾ അച്ഛന് അതും, അതായത് മക്കൾ എന്ത് കൊടുത്താലും അച്ഛന്മാർക്ക് സന്തോഷമാണല്ലോ. അതുകൊണ്ട് തന്നെ അച്ഛൻ ആ കോപ്പിക്കോ മിഠായി നെഞ്ചോട് ചേർത്ത് പിടിച്ച് എല്ലാവരെയും കാണിക്കുന്നുണ്ടായിരുന്നു. ഇതാണ് കേട്ടോ ചേച്ചി വാങ്ങിച്ചു കൊടുന്ന ആ ഒരു കേക്ക്. ഇതിൻ്റെ ഫ്ലേവർ എന്താണെന്നൊന്നും എനിക്കറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ലായിരുന്നു ചേച്ചിയോട്. ഹാപ്പി ബർത്ത്ഡേ അച്ഛാന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുകളിൽ എഴുതിയിട്ടുണ്ടായിരുന്നു. എന്തായാലും കഴിച്ചു നോക്കിയപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ, ഒന്നും പറയാതിരിക്കാൻ വയ്യ. അങ്ങനെ ഞങ്ങൾ കേക്ക് മുറിക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ എല്ലാവരും കൂടി റെഡി ആയിട്ട് നിന്നു. ഞാൻ വീഡിയോ എടുക്കണ കാരണം കൊണ്ട് ഒരു 2-3 സ്റ്റെപ്പ് കയറി നിന്നിട്ടാണ് എടുക്കണത്. അതുകൊണ്ട് എന്നെ ഈ ഒരു കേക്ക് മുറിക്കൽ ഈ ഭാഗത്ത് കാണാൻ സാധിക്കില്ല കേസ്. അപ്പോൾ എല്ലാവരും കൂടിയിട്ട് ഹാപ്പി ബർത്ത്ഡേ പാടി അച്ഛൻ്റെ ആ ഒരു പിറന്നാൾ ഞങ്ങൾ അടിച്ചു പൊളിക്കുകയാണ്. അച്ഛനിതാ കേക്ക് മുറിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അച്ഛന് അതിൻ്റെ ഒരു എന്താ പറയുക, മുറിക്കണ ആ ഒരു ഇതറിയാത്ത കാരണം കൊണ്ട് ചേച്ചിയോട് അത് മുറിക്കാൻ പറയായിരുന്നു. അങ്ങനെ ചേച്ചി മുറിച്ചു കൊടുത്തപ്പോൾ എല്ലാവർക്കും കുറേശ്ശെ അച്ഛൻ പൊട്ടിച്ചിട്ട് അങ്ങനെ വായിൽ കൊടുക്കുന്നുണ്ടായിരുന്നു. ഞാൻ ഏറ്റവും ഇളയ സന്തതി ആയതുകൊണ്ട് ഗൈസ് എനിക്കാണ് ഏറ്റവും അവസാനം കിട്ടിയത്. അങ്ങനെ എനിക്ക് തന്നു. ഞാനായതൊരു തുണ്ടം പൊട്ടിച്ച് അച്ഛൻ്റെ വായിൽ വെച്ച് കൊടുത്തു. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് അച്ഛൻ്റെ കേക്ക് മുറിക്കൽ സെറിമണി നല്ല അടിപൊളിയാക്കി. അങ്ങനെ ഞങ്ങളെല്ലാവരും കേക്കും ലഡുവും ഒക്കെ കഴിച്ചു കേട്ടോ. ഇനി കേക്ക് ഇത്രയേ ഉള്ളൂ. ചേച്ചിയുടെ മോൻ ശ്രീഹരി അവൻ പഠിക്കാൻ പോയിക്കാണ്. അപ്പോൾ അവൻ വരണതിന് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്ത് വെച്ചേക്കാണ്. പിന്നെ ഉച്ചയ്ക്ക് വേണ്ടിയിട്ട് ഒരുക്കിയ വിഭവങ്ങൾ ഇതൊക്കെ കേട്ടോ. ഉപ്പേരിയുണ്ട്, അവിയലുണ്ട്, എലിശ്ശേരിയുണ്ട്, കാളനുണ്ട്, പിന്നെ സാമ്പാറും വന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഫുഡ് കഴിക്കാൻ വേണ്ടിയിരുന്നു. അച്ഛനും മക്കളുമായിട്ടായിരുന്നു ഫുഡ് കഴിക്കാനിരുന്നത്. അങ്ങനെ എല്ലാ വിഭവങ്ങളും അമ്മയും വല്യമ്മയും കൂടിയിട്ട് വിളമ്പി തന്നു. ഞങ്ങളിതാ കഴിക്കാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ടേസ്റ്റൊക്കെ നോക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്. പായസം നല്ല ഒന്നാന്തരം കേരള പാലട പായസമാണ് കേട്ടോ. ഈ കേരള പാലട പായസം എന്ന് ഞാൻ പറഞ്ഞത് അന്ന് കേരള ഗോൾഡൻ ഡയമണ്ടിലേക്ക് ഗോൾഡ് എടുക്കാൻ വേണ്ടി പോയപ്പോൾ അവർ ഓണത്തിൻ്റെ ഒരു കിറ്റായിട്ട് ഞങ്ങൾക്ക് തന്നതിൽ ഇതും ഉണ്ടായിരുന്നു. അപ്പോൾ അത് വെച്ചിട്ടാണ് കേട്ടോ ഇന്നത്തെ പായസം ഉണ്ടാക്കിയത്. എന്തായാലും നല്ല സൂപ്പർ പായസം തന്നെയായിരുന്നു ഈ പാലട പായസം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം. അപ്പോൾ അതുവരേക്കും എല്ലാവർക്കും ബൈ.